നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് ഇപ്പോൾ എന്ത് തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത്, നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന പ്രൊട്ടക്ഷൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റീഡിങ്സിൽ എടുക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവന്ന് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ റീഡിങ്സ് കാണണം. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിലും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായൊരു ആൻസർ ലഭിക്കണമെങ്കിലും കേട്ടോ. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതണം. ഒരിക്കലും അഫർമേഷൻസ് എഴുതുന്നത് നിർത്തരുത്. തീർച്ചയായിട്ടും കണ്ടിന്യൂ ആയിട്ട് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. അക്ഷരങ്ങളുടെ മാജിക്, അക്ഷരങ്ങളുടെ എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സമാധാനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. പ്രപഞ്ചശക്തിയിൽ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ആ ഒരു ഹെഡിങ്ങോട് കൂടി തന്നെ നിങ്ങൾ എഴുതി ഗ്രാറ്റിറ്റ്യൂഡ് ആകുന്ന താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ശക്തമാകുന്ന എനർജിയുടെ പേരോ ചേർത്തുകൊണ്ട് തന്നെ നിങ്ങൾ അഫർമേഷൻസുകൾ പൂർണ്ണതയിലെത്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടും. നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ ബ്ലോക്കേജുകൾക്ക്, നിങ്ങളെ എന്താണ് തടസ്സപ്പെടുത്തുന്നത്, ഏതെങ്കിലും പേഴ്സൺ ആണോ, സിറ്റുവേഷൻസ് ആണോ, എന്താണ് നിങ്ങളുടെ കറൻറ്റ് സമയത്തിൻ്റെ ആണോ, നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിന് വ്യക്തമാകുന്നൊരു പരിഹാരവും കണ്ടെത്തി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ, അത് അംഗീകരിക്കാൻ പറ്റുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നതെന്നുള്ള ചോദ്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി ഉണ്ടല്ലോ, വളരെയധികം ഒരു തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ വളരെ ഒരു ഡാർക്ക് എനർജിയാണ് കേട്ടോ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. അവർ ശരിക്കും ഒന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാൻ വേണ്ടി അവർ ശരിക്കും ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. 3 ഓഫ് സോഴ്സിൻ്റെ എനർജി തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. അവർ എന്താണ് ഹാർട്ട് ബ്രോക്കൺ, എന്താണ് ചീറ്റിംഗ് എന്നുള്ളത്, എന്താണ് ഒരു ആഴത്തിലുള്ള സ്നേഹത്തിന് തിരിച്ച് ലഭിക്കുന്ന വേദനയുടെ ഗുണം അല്ലെങ്കിൽ ആ ഒരു ഫലം എന്താണ് എന്നത് അവർ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. വിശ്വാസത്തോടു കൂടി ഒരു സിറ്റുവേഷൻസിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്ത് നിൽക്കുമ്പം അവിടെ നമുക്കൊരു ചതി സംഭവിക്കുമ്പോൾ, മനസ്സ് തുറന്ന് നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ടാവാം, മനസ്സ് തുറന്ന് നമ്മളുടെ പല കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ടാവാം. ആ ഒരു വ്യക്തിയെ വിശ്വസിക്കുമ്പോൾ ആ ഒരു പേഴ്സണിലേക്ക് കൊടുക്കുന്ന ആ ഒരു സമർപ്പണം, അവിടെ നിന്ന് തിരിച്ച് കിട്ടുന്ന പെയിൻ, അതിൻ്റെ ആഴം എന്താണ് എന്നുള്ളത് കറൻറ്റ്ലി നിങ്ങളുടെ വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നു. അതൊരു സൗഹൃദമായിക്കോട്ടെ, ഭാര്യഭർതൃബന്ധമായിക്കോട്ടെ, സഹോദരബന്ധമായിക്കോട്ടെ, ഏത് ബന്ധമായിക്കോട്ടെ, വിശ്വാസത്തിന് തിരിച്ചു കൊടുത്ത ആ ഒരു ചീറ്റിങ്ങിൻ്റെ പെയിൻ എന്താണ് എന്നുള്ളത് ഇന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഷെയർ ചെയ്യാൻ പറ്റാതെ, മറ്റൊരാളോട് പറയാൻ പറ്റാതെ അവർ സ്വയം വിലപിക്കുന്ന ഒരു എനർജിയിലാണ്. അവർ വല്ലാതെ ഭയപ്പെടുന്ന ഒരു എനർജീനെയാണ്. അവർക്ക് രാത്രിയെ ഭയമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.
കാരണം അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥത ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു രാത്രിയെ പേടിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കറൻറ്റിലി കടന്നു പോകുന്നത്. വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി, വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിൽ നിന്നിരുന്ന, അതായത് ഒരിക്കലും എനിക്കൊരു വീഴ്ച സംഭവിക്കില്ല, ഞാൻ പവർഫുള്ളാണ്, ഏത് സിറ്റുവേഷൻസിനെയും ഞാൻ നേരിടും എന്നുള്ള ഒരു ഈഗോ എനർജിയോട് കൂടിയ ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളത് നമുക്ക് പാസ്റ്റിലെ എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇച്ചിരി ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു ചേർത്ത് നിർത്തൽ ഉണ്ടായിരുന്ന പേഴ്സൺ തന്നെയായിരുന്നു. കാരണം എവിടെ പോയാലും അവിടെയെല്ലാം അവിടെ സക്സസ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന വ്യക്തി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹീതനായ ഒരു പേഴ്സൺ എന്ന് തന്നെ നമുക്ക് നിങ്ങളുടെ വ്യക്തിയെ പറയാൻ സാധിക്കും. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ, അവർക്ക് എപ്പോഴും ഒരു അനുഗ്രഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയൊരു സംഭവമായിട്ടാണ് നമുക്ക് ഇപ്പോഴത്തെ എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഓപ്പോസിറ്റാണ്. അവരിൽ ഒരു ഗുണങ്ങളുമില്ലാത്ത അവസ്ഥയായിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചണ്ടായിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. ഒന്നിനും കൊള്ളില്ലാത്ത, ഒരു പ്രയോജനവുമില്ലാത്ത, ഒരു നിസ്സഹായതയോടു കൂടി നിൽക്കേണ്ടി വരുന്ന, ശബ്ദമില്ലാത്തൊരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഇമോഷണലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നഷ്ടബോധം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഒറ്റപ്പെടൽ ശരിക്കും ഭീകരമാകുന്ന രീതിയിൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം നഷ്ടബോധം ഉണ്ട്. കയ്യിലുണ്ടായിരുന്ന പലതും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി ഒന്നും തന്നെ തിരിച്ചു പിടിക്കാൻ പാകത്തിന് അവരുടെ മുന്നിലോ ഫ്യൂച്ചറിലോ ഇല്ലാത്തൊരവസ്ഥയാണ് അവരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവരിലേക്ക് വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനോടും ഒരു മടുപ്പും, ഒരു എന്താ പറയുക, വല്ലാതെ ഒരു സാഡ് സിറ്റുവേഷൻസാണ് അവർ ഏറ്റവും കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവർക്കൊന്നിലും സംതൃപ്തി ലഭിക്കുന്നില്ല. എവിടെയോ ഒരു കുറവ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നു. അവർക്ക് ഇമോഷണലി ഒരിക്കലും സമാധാനമായിട്ട് ഇപ്പോൾ അവർക്ക് കറൻറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും അവർക്ക് പ്രോബ്ലംസുകൾ ചിന്തിച്ച് അവർ ക്രിയേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. എല്ലായിടത്തു നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഒരു വിശ്വാസമില്ലായ്മ, അവർക്ക് ചുറ്റുമുള്ള എല്ലാ സിറ്റുവേഷൻസിനെ ഒരു സംശയദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്ന ഒരു റോങ് ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിലും അവരുടെ പെരുമാറ്റങ്ങളിലും എല്ലാം കാണാൻ സാധിക്കുന്നത് കേട്ടോ. ശരിക്കും അവരൊരു ഫെയിലിയർ, അവർ തോറ്റുപോയി, അവർ പരാജയപ്പെട്ടു എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു. അത് അവരെ വല്ലാതെ അധികം ഒരു ഭാരം, അവർക്കൊരു പെയിൻ്റെ ഒരു ഭാരം അവർ ചുമക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫാമിലി എല്ലാവരും അവരോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. അവരുടെ ഫാമിലി, മറ്റു ബന്ധങ്ങൾ, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യുക, അവർക്ക് സന്തോഷിക്കാൻ ഉള്ള സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ ആണെങ്കിലും അവർക്കൊരു എന്താ പറയുക മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവരൊറ്റപ്പെട്ടിരിക്കാൻ, അതായത് എല്ലായിടത്തു നിന്നും അവർക്ക് മാറിപ്പോവാൻ തോന്നുന്നു. ഒരിടത്തും, അതായത് ഈ ഒരു ഹാപ്പിനെസ്സുകളെല്ലാം അവർക്ക് വല്ലാത്തൊരു എന്താ പറയുക ഒരു സ്ട്രെസ് ഫീലിങ്സ്, അവർക്കൊരു മടുപ്പും വെറുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്ന, അവർക്ക് സന്തോഷകരമാകുന്ന നിമിഷങ്ങൾ അത്രത്തോളം അവർ ഡൗൺ ആണ്. ഇമോഷണലി അവർ ഡൗൺ ആണ്. അവരുടെ എനർജി ഡൗൺ ആണ്. ശരിക്കും അവർക്ക് എന്താണ് അവരിൽ സംഭവിക്കുന്ന അവസ്ഥ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കാൻ, അതായത് സൈലൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ഉള്ളൊരു ഫീലിങ്സാണ് അവരിൽ എപ്പോഴും നമുക്കിപ്പോൾ കറൻറ്റിലി കാണാൻ സാധിക്കുന്നത്. അവർക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അനുകൂല സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് നഷ്ടങ്ങളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവരോടൊപ്പം ഉണ്ട്. പക്ഷെ അതിലൊന്നും അവർക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റാതെ അവർ ഓൾറെഡി ഉൾവലിഞ്ഞു പോകുന്നു. അവർ മാറിപ്പോകുന്നു. അവരിലേക്ക് ചെല്ലുന്ന എല്ലാ സന്തോഷങ്ങളെയും ഒഴിവാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അവരിലെ ആ ഒരു എനർജി,
നമ്മളിൽ ഉണ്ടാകേണ്ട എനർജിയാണ് നമ്മളെ ഓരോ കാര്യങ്ങളിലേക്കും എത്തിക്കുന്നത്. ശരിക്കും നമുക്ക് ഹാപ്പിനെസ്സായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, എല്ലാ കാര്യങ്ങളെയും നെഗറ്റീവായ വശങ്ങളെപ്പോലും നമുക്ക് പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമ്മുടെ എനർജി വൈബിനനുസരിച്ച്, നമ്മുടെ ചക്രാസുകളുടെ പ്രവർത്തനത്തിനനുസരിച്ചും തന്നെയാണ് ഓരോ മനുഷ്യനും അത് ചെയ്യാൻ പറ്റുന്നത്. അതെല്ലാം ഇവരെ സംബന്ധിച്ച് സ്റ്റക്കാണ്. അവരെല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ച് പോകുന്നുണ്ടെങ്കിലും അവരൊന്നും ആസ്വദിക്കാനും പറ്റുന്നില്ല, ഒന്നിനോടും താല്പര്യവും തോന്നുന്നില്ല. മടുപ്പും ഒരു വെറുപ്പും വിരക്തി ഫീലിങ്സ് എനർജിയാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. പാസ്റ്റിലേക്ക് നോക്കുന്നു അവർ, എപ്പോഴും പാസ്റ്റിലേക്ക് തിരിച്ചു പോകണം. അതായത് ഇപ്പോൾ ഉള്ളതെല്ലാം ഉപേക്ഷിച്ച് വീണ്ടും പിന്നിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്നുള്ളൊരു വെമ്പലാണ് അവരുടെ ഉള്ളിലുള്ളത്. അവർക്ക് എവിടെയോ ഒരു ക്ലാരിറ്റി കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എവിടെയോ ഒരു തെറ്റ് തിരുത്താനുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ എന്നുള്ളത് അവരെ ശക്തമായിട്ടും അവരുടെ ആ ഒരു എനർജി അവരെ ശക്തമായിട്ടും കണക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് അവരുടെ ആ ഒരു സോൾ എനർജി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഓർമ്മകളിൽ അവർ ജീവിക്കേണ്ടി വരുന്നു. ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ആണ് കേട്ടോ. അവരെ സംബന്ധിച്ച് അവർ ഇനി ഒന്നും തന്നെ നമുക്കിതിനകത്ത് പറയാനില്ല. അവർക്ക് ഒരു കാര്യത്തിലും പോസിറ്റിവിറ്റി ഇല്ല, കൺഫ്യൂഷനാണ്, ഹാർട്ട് ബ്രോക്കൺ ആണ്, ഇമോഷണൽ പെയിനാണ്. അവർക്ക് ഒന്നും തുറന്ന് പറയാനും പറ്റുന്നില്ല. അവർക്ക് ആ ഒരു ഒരു വല്ലാത്ത ഒരു ഇതിനകത്ത് ട്രാപ്പ് എനർജിയിൽ നിൽക്കുന്നു. അതിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നേ ഇല്ലാത്തൊരവസ്ഥയാണ്. അത്രത്തോളം അവരൊരു ലോസ് എനർജിയിലാണ് നിൽക്കുന്നത്. അവരുടെ ഓർമ്മകൾ മുഴുവനും അവർ ചെയ്ത ചീറ്റിങ്ങിനെ കുറിച്ചാണ്. അവർ ചെയ്ത തെറ്റുകൾ അവരിങ്ങനെ ആവർത്തിച്ച് ചിന്തിക്കുന്നു. അവർക്ക് ലഭിച്ചിരുന്ന ആ ഒരു പോസിറ്റീവ് ആകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവർ ചെയ്ത തെറ്റുകൾ, അവർ ചെയ്ത ആ ഒരു ചതി അതവർ വളരെ ശക്തമായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ. ഡെത്ത് എനർജിയിലാണ് നിൽക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നുമല്ല, ശൂന്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, അവർക്കൊരാളോട് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആൻസൈറ്റി, ഡിപ്രഷൻ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച്, വരാൻ പോകുന്നതിനെക്കുറിച്ച് എല്ലാം ഇവരിൽ കണക്റ്റഡ് ആകുന്നത് ഒരു ഇല്യൂഷൻ എനർജിയാണ്. അവർ ഏതോ ഒരു മായ വലയത്തിൽ പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അസ്വസ്ഥതയാണ് അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് വേണ്ട ഒരു പോസിറ്റീവായ കാര്യവും അവരിലില്ല. അവർ ശക്തമാകുന്ന ഒരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. എന്താണെങ്കിലും ഇതിനകത്ത് അവർക്കൊരു ഡെത്ത് എനർജിയാണ്. അവർ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്നു. ഡെത്ത് എനർജിയുടെ പ്രസൻസിലാണ് അവർ നിൽക്കുന്നത്. കാരണം അവർക്ക് മുന്നോട്ടേക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു തോന്നൽ, ആ ഒരു തോട്ട്സ് അവരെ ശക്തമായിട്ടും പിടിച്ച് ഉലയ്ക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരുടെ തെറ്റിനെ ഓർത്ത്, അല്ലെങ്കിൽ അവർ ചെയ്ത പല പ്രവർത്തികളെ ഓർത്ത്, അവരുടെ അഹങ്കാരം, ഈഗോയുടെ എനർജി ഫലമായിട്ട് അവരിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് അവർ വല്ലാതെ മാനസികമരമാകുന്ന ഒരു വിഭ്രാന്തി എനർജിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഞാൻ പറഞ്ഞില്ല, അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു സോഴ്സ് അവരിൽ ഓക്കെയാണ്. അവർക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവർക്ക് വേണ്ട പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അവരിൽ കണക്റ്റഡ് ആണ്. പക്ഷെ അതവർക്ക് പ്രയോജനമില്ല. കാലം അതിന് അനുകൂല സാഹചര്യത്തിലല്ല അവർ നിൽക്കുന്നത്. അപ്പോൾ അവരിൽ ഉള്ളത് കൊണ്ട് പോലും അവർക്കൊരു പ്രയോജനം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ ചെറിയ രീതിയിലൊക്കെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അവർക്കുടെ മനസ്സിനകത്തൊരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നവർക്കൊരു ഹെൽത്തി എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ പാസ്റ്റിൽ അവരുടെ ഒരു സമയത്തിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു കാണാം. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ, മോശം സിറ്റുവേഷൻസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, ബ്രേക്കപ്പ് എനർജിയിലേക്ക് പോകേണ്ടി വന്നത്, വെല്ലുവിളികളെ നേരിടേണ്ടി വന്നത്, ഇതെല്ലാം ഒരു പക്ഷേ നിങ്ങളുടെ സമയത്തിൻ്റെ ആ ഒരു മാറ്റത്തിൽ സംഭവിച്ചതാവാം. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്റ്റക്ക് എനർജിയാണ് കേട്ടോ. നെഗറ്റീവ് തോട്ട്സാണ്. ഞാൻ പറഞ്ഞില്ല, അവർക്കുടെ കോൺഫിഡൻസ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. അവരെ സംബന്ധിച്ച് അവരെന്തിനേക്കോ പേടിക്കുന്നൊരവസ്ഥയാണ്. ദുസ്വപ്നങ്ങൾ കാണേണ്ടി വരുന്ന അവസ്ഥ,
നിങ്ങളെക്കുറിച്ച് അവരെ സംബന്ധിച്ച് പകലൊക്കെ അവരങ്ങനെ നല്ല രീതിയിൽ പോകുമ്പോഴും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്ന രാത്രിയെ ഭയപ്പെടുന്ന ഒരു എനർജിയാണ്. രാത്രി വരുമ്പോൾ അതെങ്ങനെ കടന്നു പോകും, അതിനെങ്ങനെ ഒന്ന് പൂർണ്ണമായി അവസാനിപ്പിച്ച് മറ്റൊരു പുലരിയിലേക്ക് എത്തുമെന്നുള്ള ഒരു ആദ്യം അവരിലുണ്ട് ശക്തമായിട്ട് കേട്ടോ. അവരെന്തൊക്കെയോ കാര്യങ്ങൾ അവരിലേക്ക് വരും, അവരെന്തൊക്കെയോ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും എന്നുള്ളത് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് എത്രത്തോളം ആഴത്തിലുള്ളതായിരുന്നു എന്നത് അവർക്കിപ്പോൾ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് അവരെ പേടിപ്പെടുത്തുന്നുണ്ട്, അവരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അവരിലേക്ക് വരാൻ പോകുന്ന കർമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർക്കൊരു സമാധാനവും ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ശരിക്കും ഇപ്പോൾ അവരെ പേടിപ്പിക്കുകയാണ് സമയം. അവരുടെ സാഹചര്യം അവരെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ഇമോഷണൽ ഈഗോ, അതായത് എനിക്ക് ആരുടെയും സ്നേഹമൊന്നും വേണ്ട, എനിക്കാരുടെയും പ്രസൻസിൻ്റെ ആവശ്യമില്ല, ഞാൻ സെൽഫ് ലവ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ഒരു ചിന്തയും അത് അവരുടെ പ്രവൃത്തിയിലും പാസ്റ്റിലും വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കൊരു നിസ്സഹായതയാണ്. അവരാരോടൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെ കേൾക്കുന്നവരൊക്കെ അവർക്ക് ഓപ്പോസിറ്റ് എനർജിയിലുള്ളവരാണ്. അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാനോ അവർക്ക് വ്യക്തമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കാനോ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. അവരെ കേൾക്കാൻ ആളുകളുണ്ടെങ്കിലും നമ്മുടെ എനർജി വൈബിനനുസരിച്ചുള്ളവരാണ് നമ്മളെ കേൾക്കുമ്പം നമുക്ക് കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് നൽകാൻ പറ്റുള്ളൂ. ഇത് അവർ ചെന്ന് ചേരുന്നിടമെല്ലാം അവരുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റാത്ത എനർജികളാണ്. വളരെ ഡിഫിക്കൽറ്റി ആകുന്ന ഒരു അവസ്ഥയാണ്, ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ശരിക്കും അവരെല്ലായിടത്തുനിന്നും ഓടി ഒളിക്കാൻ നോക്കുന്നു. അവരേറ്റവും പേടിക്കുന്ന എനർജി ഇമോഷൻസാണ് കേട്ടോ. ആരെങ്കിലും അവരോട് അടുപ്പം കാണിക്കുന്നത് അവർക്ക് ഭയം ആണെന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവർ തീർച്ചയായിട്ടും എല്ലായിടത്തു നിന്നും മാറിപ്പോകാനും എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോകുക എന്നുള്ളൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുക എന്നുള്ളൊരു ചിന്തയും അവരിലുണ്ട്. അവരൊരു ട്രാവലിംഗ് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. കാരണം അവരുടെ അത്രത്തോളം അൺഹെൽത്തി സിറ്റുവേഷൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരിലുണ്ടായിരുന്ന എല്ലാ പോസിറ്റിവിറ്റിയും അവസാനിച്ചു പോയി. അവരിലെ ഗുണങ്ങളെല്ലാം സ്റ്റക്കാണ്, നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ട വരില്ല. കർമ്മ അവസാനിച്ച് കഴിയുമ്പം വീണ്ടും അവർക്ക് തിരിച്ചു വരാനൊക്കെ സാധിക്കും. പക്ഷേ അവരെ സംബന്ധിച്ച് ഇപ്പം കർമ്മ എന്ന് പറയുന്നത് ശക്തമായിട്ട് അവരെ പിടികൂടിയിട്ടുണ്ട്. പ്രതിസന്ധികളാണ്. അവർക്ക് ഒരു കാര്യവും തുടങ്ങി വെക്കാനോ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവർക്ക് പോകാനോ അവർക്കൊരു വ്യക്തികളോട് പോലും താൻ എന്താണെന്നും അവസ്ഥകൾ എന്താണെന്നും തുറന്നു പറയാനോ ഒന്നും ആരുമില്ലാതെ ശൂന്യമായിട്ട് ഒറ്റപ്പെട്ട് എല്ലായിടത്തു നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. നല്ല വേദന അനുഭവിക്കുന്നു. മാനസികമായിട്ടും അവർ നല്ല പോലെ പെയിൻ എനർജിയിലാണ്. ശരിക്കും ആ ഒരു വ്യക്തി വീണ് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ ആരെയാണ് മനസ്സിൽ വിചാരിക്കുന്ന അവരുടെ കർമ്മകളെല്ലാം ഓർത്ത് അവർ വീണ് കിടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോഴും നമ്മൾക്ക് ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം അവരുടെ ലൈഫിലുള്ള അവരുടെ ഫാമിലി എനർജിയുടെ പ്രസൻസ് മാത്രമാണ് അവരറിയാതെ പോലും അവരെ ഒരു സപ്പോർട്ട് എനർജി ആയിട്ട് അവരിൽ നിലകൊള്ളുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവരുടെ ചിന്തകളും മൊത്തം നെഗറ്റീവാണ് കേട്ടോ. അവർ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് അങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. കാരണം അവരുടെ എടുത്തുചാട്ടം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഇതെല്ലാം അവരെ തളച്ചു എന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്താണെങ്കിലും അവർ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. അവരിൽ നിന്ന് പറ്റിയ വാക്കുകളായിക്കോട്ടെ പ്രവൃത്തികളായിക്കോട്ടെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളെ ബ്ലോക്ക് ആക്കിയതായിക്കോട്ടെ അതിന് അവർ പ്രായശ്ചിത്തം ചെയ്യണം, നിങ്ങളോട് മാപ്പ് പറയണം എന്ന് തന്നെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരും. ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനോട് കൂടി നിങ്ങൾ കൊടുക്കുന്ന
തിരിച്ച് ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ഇമോഷണൽ പവറിനനുസരിച്ച് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഈ ഒരു എനർജിയെക്കുറിച്ച് പറയുമ്പം നമുക്ക് പോലും ഒരു എന്താ പറയുക, ഒരു നിസ്സഹായത, ഒരു സഹതാപം ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൻ്റെ എനർജി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ രീതിയിലും ശോഭനമായി നിന്ന ആ ഒരു പേഴ്സൺ ഒന്നുമല്ലാതായി വട്ടപൂജ്യം സീറോ എനർജിയിലേക്ക് ഇമോഷണലി താഴ്ന്നു പോകുക എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസ് അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന പ്രൊട്ടക്ഷൻ സെവൻ ഓഫ് സോഴ്സ് തന്നെയാണ്. ചീറ്റിങ്ങും മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനുമുള്ള ഒരു പവർ എനർജി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ബർഡൻ ഇറക്കി വയ്ക്കാൻ പോകുന്നു. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബർഡൻ, നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങളും, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സിറ്റുവേഷൻസുകളെല്ലാം ഭാരം മുഴുവൻ നിങ്ങൾക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ സിറ്റുവേഷൻസിന്, നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന തെറ്റുകളെ നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു പ്രകാശം നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വരുന്നത്. സ്ട്രെസ് എനർജിയിൽ നിന്നും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അപമാനവും അപവാദവും ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും, പാസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നുമെല്ലാം നിങ്ങൾ പുനർജനിച്ച് വരികയാണ്. പവർഫുള്ളായൊരു പേഴ്സണാലിറ്റിയിലേക്ക്, ഒരു മസ്കുലൻ പവറിലേക്ക്. അതായത് ഇതൊന്നും ഒരു വേടല്ല, ഇതിനെയൊക്കെ വെറും നിസ്സാരവൽക്കരിച്ച് കാണണം. ഇതൊന്നുമല്ല, ജീവിതമെന്ന ഒരു പവർ എനർജിയിലേക്ക്, ഒരു ശക്തമാകുന്ന ആറ്റിറ്റ്യൂഡോട് കൂടിയ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെൽഫ് ലവ് എനർജി പ്രാക്ടീസ് ചെയ്യും. നിങ്ങളുടെ മുന്നിൽ ഇനി എന്തു വലിയ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് തരണം ചെയ്തു വെറും നിസ്സാരമായിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്ന അത്രത്തോളം പവർഫുൾ എനർജിയിലേക്കാണ് നിങ്ങൾ വരുന്നത്. എസ്കേപ്പിംഗ് എനർജിയാണ്, ഓവർകം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇംബാലൻസിങ് എനർജി, എന്താണോ നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആവാത്ത, എവിടെയാണോ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ലഭിക്കാത്ത, അവിടെ നിന്നൊക്കെ വെറും നിസ്സാരമായിട്ട് പോയി പണി നോക്കെന്ന് പറയുന്ന മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടും അതിനുള്ളൊരു പ്രൊട്ടക്ഷനും നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയിൽ നിന്നും ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്കും നിങ്ങളെ വേണ്ടാത്തിടത്ത് നിന്നുമെല്ലാം നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള ഒരു വിൽ പവർ എനർജിയും നിങ്ങളിലേക്ക് പ്രപഞ്ചം കണക്റ്റ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇമോഷൻസിനെ ഹോൾഡ് ചെയ്യും. സ്നേഹം എങ്ങനെ കൊടുക്കണം, എവിടെ കൊടുക്കണമെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളിലൂടെ നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. മൂൺ എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ സ്നേഹം അനുഭവിച്ച, നിങ്ങളുടെ മുന്നിൽ ഇമോഷണലി ട്രാമ കാണിക്കുന്ന ആളുകളെ തിരിച്ചറിയാനുള്ളൊരു പവർ കൂടി ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ശരി തെറ്റുകളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകും. സൺറൈസിങ് എനർജിയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. വിജയവും പ്രൊട്ടക്ഷനുമാണ് കേട്ടോ.